രോഹിത്, എനിക്കാണ് ആക്ച്വലി ഒരുപാട് ഡൗട്ട്സ് വരുന്നു സ്റ്റുഡൻസിൽ നിന്ന്. ബട്ട് അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നാമത് ഓണമാണ്, അതിൻ്റെ ടെൻഷനിലും തിരക്കിലും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അതൊന്ന് സോൾവ് ചെയ്യുന്നത്? അതിനിപ്പോൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ഈ ഓണത്തിന് ചില്ലായിട്ട് തന്നെ എല്ലാ പിള്ളേരുടെയും ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം. അതൊരു നല്ല ഐഡിയ ആണ്. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഓണം സ്പെഷ്യൽ FAQ ആയിട്ട് നമുക്ക് നടത്താം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, രോഹിത് ആൻസർ പറയാം. റെഡി അല്ലേ? ഞാൻ റെഡിയാണ്. ലക്ഷ്മി ചോദിച്ചോ. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ആൻസർ ഞാൻ എന്തായാലും തന്നിരിക്കും. എനിക്ക് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. സോ ഡേറ്റാ സയൻസ് പഠിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. നമ്മളിവിടെ ഏറ്റവും ബേസിക് രീതിയിലാണ് തുടങ്ങുന്നത്. അതായത് പൈതണും SQL എല്ലാം ബേസിക്സ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കോ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവർക്കോ ഒരു ടെൻഷനും വേണ്ട. എല്ലാം നമ്മൾ ഇരുത്തി പറഞ്ഞ് എല്ലാം കൊടുത്ത് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. കോഴ്സിന് ശേഷം പ്ലേസ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? BAയിൽ നമ്മൾ ലൈഫ് ടൈം പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്കും റെസ്യൂം ബിൽഡിംഗ് തൊട്ട് മോക്ക് ഇൻ്റർവ്യൂ, പിന്നെ പ്രിപ്പറേഷൻ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മളിവിടെ മൂവ് ചെയ്യുന്നത്. അതുമാത്രമല്ല ടോപ്പ് MNCസുമായിട്ട് നമുക്ക് കണക്റ്റും ഉണ്ട്. അതുകൊണ്ട് പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ നോക്കാനായിട്ടോ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. ഈ കോഴ്സ് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതോ തിയറി ഓറിയന്റഡ് ആണോ? BAയിൽ 80% ഹാൻഡ്സ് ഓൺ ആണ് നമ്മളിവിടെ നടത്തുന്നത്. ബാക്കി 20% മാത്രമേ ഉള്ളൂ തിയറി. അപ്പം കൂടുതൽ നമുക്ക് ക്ലാസ്സിൽ പിള്ളേർ വരുമ്പോഴത്തേക്കും നമ്മൾ ലൈവായിട്ടുള്ള ഡേറ്റാ സെറ്റുകളും അല്ലാതെ നേരത്തെ നമുക്ക് കിട്ടുന്ന ഡേറ്റാ സെറ്റുകളും വെച്ചിട്ടാണ് നമ്മൾ അപ്പം പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാനൊരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുവാണ്. സോ എനിക്ക് AI-ലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ വരുന്നതെന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ ഇത് വെച്ച് ഡേറ്റാ സയൻസും കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഡിസീസ് പ്രെഡിക്ഷൻസോ, ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഫ്രോഡ് ഡിറ്റക്ഷൻസോ അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസോ എന്നീ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തുകൊണ്ട് AI പഠിക്കണം? ഇപ്പോൾ AI എല്ലാ ഫീൽഡിലും വന്നു കഴിഞ്ഞു. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലീഡ് ചെയ്ത് മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ AI പഠിക്കുന്നുള്ള കാലം നമുക്ക് പുതിയ പുതിയ നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും പല കാര്യങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഏകദേശം എല്ലാ ഡൗട്ടും ക്ലിയർ ആയി. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ FAQയിൽ നമുക്കത് സോൾവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം.